السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق. خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم. علم الإنسان ما لم يعلم. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. القرآن مأدبة الله في الأرض، فأقبلوا على مأدبته ما استطعتم. صدق رسول الله صلى الله عليه وسلم. സർവാധരണീയരായ ഉസ്താദുമാരെ, മുതഅല്ലിമീങ്ങളെ, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട മനോഹരമായ ചർച്ചയുടെ വിശാലമായ ഒരു സെഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുത്തവല്ലി ഷഅറാവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൻ്റെ പ്രത്യേകതകളും അതിലടങ്ങിയിരിക്കുന്ന അത്ഭുതങ്ങളുമൊക്കെ അവതരിപ്പിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഖുർആൻ വ്യാഖ്യാനങ്ങളുടെ കൂട്ടത്തിൽ അസാധാരണ സ്ഥാനമാണ് തഫ്സീറു ഷഅറാവി നേടിയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. തഫ്സീറു ഷഅറാവി വായിച്ചവരായിരിക്കും ഒരു പക്ഷേ മുമ്പിലിരിക്കുന്നത്. വായിച്ചില്ലെങ്കിൽ വായിച്ചു തുടങ്ങണം. വിശുദ്ധ ഖുർആന്റെ വിശാലമായ ആശയങ്ങളിലേക്ക് കടന്നു വരാൻ നമുക്ക് വാതായനങ്ങൾ തുറന്നിടുന്ന വളരെ ഹൃദ്യമായ ഒരു അവതരണമാണ് ഷെയ്ഖ് ഷഅറാവിയുടെ അവതരണം. അദ്ദേഹത്തിൻ്റെ തഫ്സീർ സത്യത്തിൽ അത് തഫ്സീറായി എഴുതിയതല്ല. അദ്ദേഹം നടത്തിയ ഖുർആൻ പ്രഭാഷണങ്ങൾ പിന്നീട്
അത് ക്രോഡീകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഗ്രന്ഥരൂപത്തിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അത് വായിക്കുമ്പം അതിന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക പലപ്പോഴും ഒരു പ്രഭാഷണത്തിൻ്റെ ഫീലിംഗ് ആണ് അത് തരിക. കാരണം അദ്ദേഹം നല്ലൊരു പ്രഭാഷകനായിരുന്നു. അതേ ശൈലിയിൽ തന്നെയാണ് അവരുടെ തഫ്സീറും ഉള്ളത്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉദാഹരണങ്ങളും ചർച്ചകളും എല്ലാമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ്. വെറും വാചക കസർത്തുകളല്ല. ചില തഫ്സീറുകളൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പം അത് പര്യായ പദങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും ചില തഫ്സീറുകളൊക്കെ വായിക്കുമ്പോൾ. മോഡേൺ തഫ്സീറുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പലരുടേതും വായിക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഇദ്ദേഹത്തിൻ്റേത് അങ്ങനെ ഒരു വാചക കസർത്ത് നടത്തലല്ല, ഹൃദയം സ്പർശിക്കുന്ന, വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന, വിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് ആരുറപ്പുള്ള ആശയങ്ങൾ അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് ബഹുമാനപ്പെട്ടവരുടെ തഫ്സീറിൻ്റെ രീതി. അതിലേറ്റവും ശ്രദ്ധേയമായത് അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ ലളിതമാണ് എന്നതാണ്. ഭാഷ ലളിതമായ ഭാഷയാണ്. പക്ഷെ ചെറിയ രൂപത്തിൽ നമുക്ക് മോഡേൺ അറബി വശം വേണം, അല്ലെങ്കിൽ വായിച്ചാലൊരു പിടുത്തം കിട്ടൂല. ഭാഷ അറിയുന്ന ഒരാൾക്ക്, അറബി ഭാഷ അറിയുന്ന ഒരാൾക്ക് വളരെ ലളിതമായ വായനയായിരിക്കും. തട്ടും തടവില്ലാതെ ഇങ്ങനെ വായിച്ചു പോകാൻ പറ്റും. സാധാരണക്കാരനും പണ്ഡിതനും ഒരുപോലെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് അതിൻ്റെ അവതരണവും വ്യാഖ്യാനവും. ബഹുമാനപ്പെട്ടവരുടെ മറ്റൊരു പ്രത്യേകത, നമുക്ക് പലപ്പോഴും പല തഫ്സീറുകളിലൂടെയും പോകുമ്പോൾ, പ്രത്യേകിച്ച് ആധുനിക കാലത്ത്, അത് നമ്മുടെ ക്ലാസിക്കൽ തഫ്സീറുകൾ എടുത്താലും അങ്ങനെ തന്നെയാണ്, ആധുനിക തഫ്സീറുകൾ എടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു രീതിയാകില്ല പലപ്പോഴും അതിലുണ്ടാവുക. അതിൻ്റെ കാരണം മദ്ഹബ് വ്യത്യാസം ഉണ്ടാവും. ഷെയ്ഖ് ഷഅറാവിയെ വായിച്ചിടത്തോളം എനിക്ക് മനസ്സിലായൊരു സംഭവം, അതായത് അദ്ദേഹത്തിൻ്റെ, അത് വായിക്കേണ്ടതില്ല, അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ മതി. തഫ്സീർ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു സംഭവം, പൗരാണിക തഫ്സീറുകളുടെ ആശയങ്ങളെ എല്ലാം എടുത്തുദ്ധരിക്കുക എന്ന ശൈലിയല്ല തഫ്സീർ ഷഅറാവി സ്വീകരിച്ചത്, മുഹമ്മദ് മുത്തവല്ലി ഷഅറാവി സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ അഭിപ്രായങ്ങളും എടുത്തുദ്ധരിക്കുക എന്നല്ല, അങ്ങനെയോ അഭിപ്രായമുണ്ട്, ഇങ്ങനെയോ അഭിപ്രായമുണ്ട്. അതാണല്ലോ നമ്മുടെ പൗരാണിക തഫ്സീറുകളുടെ രൂപം പലപ്പോഴും. മറിച്ച് ഏതോ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ആ ആയത്തിൻ്റെ ആശയങ്ങളെ കൃത്യമായി സമർത്ഥിച്ച് ആ സമർത്ഥനം തല മുതൽ അതിൻ്റെ അവസാനം വരെ, തുടക്കം മുതൽ ഒടുക്കം വരെ കോർത്ത് കെട്ടി അങ്ങ് കൊണ്ടുപോകുന്ന ഒരു രീതിയാണുള്ളത്. ഓരോ ആയത്തുകളുടെയും റെയിലുകൾ അതിനെ ആയത്തിൽ പരാമർശിച്ച വിഷയവുമായിട്ട് വളരെ ശക്തമായി ബന്ധിപ്പിക്കുന്ന രീതി. ചെറുപ്പത്തിലൊക്കെ തഫ്സീർ ഓതുമ്പോൾ എനിക്കൊക്കെ തോന്നിയിരുന്നൊരു സംഗതിയുണ്ട്, നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്നറിയില്ല. ഈ ആയത്തുകളുടെ റെയിലുകൾ ഉണ്ടാവുമല്ലോ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇന്നല്ലാഹ സമീഉൻ ബസീർ, ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അങ്ങനെ ആയത്തുകളുടെ വാൽ കഷ്ണങ്ങൾ. അത് പലപ്പോഴും ആയത്ത് പൂർത്തിയാക്കാനുള്ളൊരു സാധനം തോന്നും. കാരണം ഈ നേരത്തെ പറഞ്ഞ വിഷയമായിട്ട് അതിനൊരു ബന്ധമില്ലാത്തതുപോലെ തോന്നും.
അത് നമ്മുടെ പൗരാണിക തഫ്സീറുകളൊക്കെ ബന്ധിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഷെയ്ഖ് ഷഅറാവിയുടെ ആ മുനാസബത്ത് ബയാൻ ചെയ്തത് കണ്ടാൽ വളരെ ലളിതാണ്. ആ പറഞ്ഞ വിഷയമായിട്ട് അതിനെ അങ്ങ് പൊരുത്തപ്പെടിപ്പിക്കും. അങ്ങനൊരു രീതിയാണ് അവർ സ്വീകരിക്കാറുള്ളത്. സത്യത്തിൽ ഞാൻ പറഞ്ഞു, പേടിക്കാതെ കടന്നു വരാൻ പറ്റുന്ന ഒരു ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ, ഷെയ്ഖ് ഷഅറാവി കർമ്മപരമായ കാര്യങ്ങളിൽ ഷാഫിഈ മദ്ഹബുകാരനാണ്. അപ്പം നമുക്ക് പേടിക്കണ്ട, ഷാഫിഈ മദ്ഹബുകാരനാണ്. ഇനി നമ്മൾ അഖീദയിൽ 2 ത്വരീഖത്താണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്, 2 മദ്ഹബാണുള്ളത്, ഒന്ന് അശ്അരി ഒന്ന് മാതുരിദി. അതിൽ ബഹുമാനപ്പെട്ടവർ അശ്അരിയും ആണ്. ഇതൊരു വലിയ ധൈര്യമാണ്. അതുകൊണ്ടാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ എവിടെയും ഒരു ഏറ്റുമുട്ടലില്ലാതെ അദ്ദേഹത്തിൻ്റെ തഫ്സീർ നമുക്ക് വായിക്കാൻ പറ്റും. എവിടെയും ഏറ്റുമുട്ടലില്ല. നമ്മൾ സുന്നത്തി ജമാഅത്തിൻ്റെ അഖീദയായി മനസ്സിലാക്കി വരുന്ന കാര്യങ്ങളെയൊക്കെ അദ്ദേഹം നഖ്ല് കൊണ്ട് സമർത്ഥിക്കുന്നതോടൊപ്പം ആ പ്രാമാണികമായ അവതരണത്തിനപ്പുറത്ത് അതിന് അഖ്ലും കൂടെ കൂട്ടിവെക്കും. അതിലേക്ക് ദൈക്ഷണികമായിട്ടും കൂടെ അതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കും. അതിന് നല്ല ഉദാഹരണങ്ങൾ പറയും. ആ ഉദാഹരണങ്ങൾ, ഓരോ ഉദാഹരണങ്ങളും ലളിതമായിരിക്കും, അതോടൊപ്പം തന്നെ അത് പരിപൂർണവും സമ്പൂർണവുമായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. തിൽക്കല്ലംസാനു നദ്രിബുഹാ ലിന്നാസ്, ഖുർആൻ പറഞ്ഞതല്ലേ, ജനങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഉദാഹരണം പറയണം എന്നാണ്. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ. എത്ര സ്ഥലത്താ ഖുർആൻ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഏതായത്തുകൾ വിശദീകരിക്കുമ്പോഴും അദ്ദേഹം ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെതായ ചില ചിന്തകൾ, ആ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഊതിക്കാച്ചിയെടുത്ത ചിന്തകളായിട്ട് നമുക്ക് പലപ്പോഴും ബോധ്യപ്പെടും. ഞാൻ ചില ഉദാഹരണങ്ങൾ, ചില അംസിലത്തുകൾ അതിനു വേണ്ടി കാണിക്കുന്നുണ്ട്. ഞാൻ ആദ്യം അതിൻ്റെ സവിശേഷതകൾ, ഈ തഫ്സീർ ഷഅറാവിയുടെ മീസാത്തുകളാണ് ആദ്യം നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം അതിനെ തഫ്സീർ എന്ന് വിളിക്കാൻ, ആ ഒരു പേരതിന് കൊടുക്കാൻ അദ്ദേഹം മെനക്കെട്ടിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് ഖവാത്തിർ എന്നാണ് അതിനെ വിളിച്ചിരിക്കുന്നത്. ഖവാത്തിർ, അഷേഖ് മുഹമ്മദ് മുത്തവല്ലി ഷഅറാവി, അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ ചിന്തകൾ. പക്ഷെ ആ ചിന്തകൾ ഒരിക്കലും സുന്നത്തി ജമാഅത്തിൻ്റെ അഖീദകൾക്ക് എതിരാകൂല എന്നുള്ളതാണ്. ഫിഖ്ഹിൻ്റെ മസ്അലയിൽ എവിടെയെങ്കിലുമൊക്കെ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ 18 വാള്യം തഫ്സീർ എൻ്റെ അടുത്തുണ്ട്. ഇത് ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്തുൽ അംഫാൽ അല്ലെങ്കിൽ അഹ്ഖാഫ് വരെയാണ് അത് ഉള്ളത് എന്നാണ് തോന്നുന്നത്. അത്രേ അത് എഴുതി തീർന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇതിൽ വരും കേട്ടോ. ഇത് ഫുള്ള് വായിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ കിട്ടും. കാരണം വേറെ എന്തെങ്കിലും ചർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം എല്ലാ ആയത്തുകളും കൊണ്ടുവന്നിട്ടുണ്ടാവും. സത്യത്തിൽ ഖുർആൻ പ്രഭാഷണ രംഗത്തേക്ക് എന്നെ കടത്തി കൊണ്ടുവന്നത് മുഹമ്മദ് മുത്തവല്ലി ഷഅറാവിയാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ രണ്ടത്താണി ഇങ്ങനെ ഒരു വിഷയം നൽകിയപ്പം എനിക്ക് ഈ വിഷയം തരാനുണ്ടായ കാരണം. അദ്ദേഹം എഴുതിയ ഇഖ്റ നിങ്ങൾക്കൊക്കെ പരിചിതമായിരിക്കും. ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഒരു രചനയാണത്. ആ രചനയുടെ അടിസ്ഥാനം, അങ്ങനെ ഒരു രചന നടത്താനുണ്ടായ ചിന്ത മുഹമ്മദ് മുത്തവല്ലി ഷഅറാവിയുടെ പുസ്തകമാണ്, കിതാബാണ്. ഞാൻ അന്ന് അരീക്കോട് മജ്മഅയിലെ ലൈബ്രറിയിൽ നിന്ന് ഹൗല സൂറത്തയിൽ അലഖി വൽ ഖദർ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ടായിരുന്നു. അവിടെ അലഖ് ഖദർ സൂറകളെക്കുറിച്ചുള്ള ബഹുമാനപ്പെട്ടവരുടെ ചിന്ത. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. അതാണ് എന്നെ
ഇതിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അന്ന് ഞാൻ ഫൈസൽ ഹസനിയെ വിളിച്ചിട്ട്, അന്ന് അവിടെ ഓതി പഠിക്കുകയാണ്, ഞങ്ങളുടെ അടുത്ത് ഓതി പഠിക്കുന്ന സമയമാണ്, ഈ പുസ്തകം കൊടുത്തു. അത് വായിച്ചതിൻ്റെ ശേഷം പറഞ്ഞു, ഉസ്താദേ ഇത് വലിയൊരു അത്ഭുതമാണ്. പക്ഷേ പിന്നെ അദ്ദേഹം അത് എഴുതി നോക്കുമ്പോൾ അതിലും വലിയ അത്ഭുതമായി മാറി. അങ്ങനെയാണ് ഉണ്ടായത്. കാരണം അത് എഴുതിയിട്ട് തീരുന്നില്ല. ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആദ്യത്തെ 5 ആയത്ത് മതി, പിന്നെ ഖുർആനിൽ 1 ആയത്തും വേണ്ട, അതുകൊണ്ട് തന്നെ എല്ലാം സമർത്ഥിക്കാം. അത് ആ പുസ്തകം വായിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ആ രൂപത്തിലാണ് അത് എഴുതിയത്. അങ്ങനെ ഒരു ചിന്തക്ക് വാതിൽ തുറന്നിടുന്നത് സത്യത്തിൽ മുഹമ്മദ് മുത്തവല്ലി ഷഅറാവിയാണ്. അപ്പം ഞാൻ ആ പുസ്തകം എടുത്ത് വായിക്കുമ്പം ഞാൻ അതിൽ കണ്ടത് അതൊക്കെ അണ്ടർലൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ തഫ്സീർ വേറെ ഉണ്ടായിരുന്നു, അവിടെ ഒരു കട്ടിയുള്ള തഫ്സീർ ഉണ്ടായിരുന്നു. അതൊക്കെ പല ഭാഗത്തും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതാരായിരിക്കും ആലോചിച്ചപ്പോൾ അത് ബഹുമാനപ്പെട്ട ഫൈലി ഉസ്താദിൻ്റെതാണ്. ഫൈലി ഉസ്താദ് നേരത്തെ വായിച്ചതാണ്, കുറേ മുമ്പ് തന്നെ വായിച്ചതാണ്. വെണ്ണക്കോട് ബഷീർ ഫൈലി ഉസ്താദ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ചൂടുപിടിച്ച ചിന്തകൾക്ക് ഒരു വഴിയൊരുക്കുന്ന വലിയ ഒരു ഗ്രന്ഥമാണ് സത്യത്തിൽ തഫ്സീറു ഷഅറാവി. അത് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണം. അത്ര മതി. അഹ്കാഫ് വരെയുള്ള ഭാഗങ്ങൾ മൊത്തം കൊണ്ട് വായിച്ചാൽ, ഒരു സൂറത്ത് വായിക്കുമ്പോഴേക്കന്നെ അത് വിശദീകരിക്കാനായി വൽ ഖുർആനു യുഫസ്സിറു ബഅദുഹു ബഅദാ എന്നല്ലേ. ഖുർആൻ്റെ ഒരായത്തിനെ മറ്റൊരായത്താണ് വിശദീകരിക്കുന്നത്. അതിനു വേണ്ടി മറ്റുള്ളതൊക്കെ അതിൽ കടന്നു വന്നിട്ടുണ്ടാകും. എല്ലാ പൗരാണിക അഭിപ്രായങ്ങളെയും കൂട്ടിച്ചേർത്ത് പറയുന്ന രീതിയല്ല, മറിച്ച് ആഴത്തിലുള്ള ചിന്തകൾക്കും നിരീക്ഷണങ്ങൾക്കും പറ്റാവുന്ന വിധത്തിൽ ഏത് അഭിപ്രായമാണ് മുൻഗണന നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കി അതെടുത്തു വെച്ച് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ബഹുമാനപ്പെട്ടവർക്കുള്ളത്. പിന്നെ അറബി ഭാഷയിലെ സൂക്ഷ്മമായ പദപ്രയോഗം, അതിലെ അത്ഭുതങ്ങൾ മനോഹരമായി ആവിഷ്കരിക്കും. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ മറ്റൊരു പ്രത്യേകത, അതായത് ലുഗവിയായ ചർച്ച. പക്ഷെ ആ ലുഗവിയായ ചർച്ചയിലും നമുക്കൊരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ടാകും. അത്തരത്തിലുള്ള ചർച്ചകളാണ് പലപ്പോഴും നടത്താറുള്ളത്. ഓരോ വാക്കുകൾ എടുത്തിട്ട് ആ വാക്കിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിൽ നിന്ന് ചില ആശയങ്ങൾ നമുക്ക് നൽകും. ഒക്കെ നമ്മൾ ചില ഉദാഹരണങ്ങൾ ഇവിടെ പറയാൻ പോകുന്നുണ്ട്, അവിടെ തിരിയും. അതിൽ ഷഅറാവിയുടെ വ്യാഖ്യാനത്തിൽ എനിക്ക് ഏറ്റവും നന്നായി തോന്നിയത് നേരത്തെ ഞാൻ പറഞ്ഞ ദൈനംദിന ജീവിതത്തിലെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ ഉണ്ടാവും. കഠിനമായ ആശയങ്ങൾ പോലും സാധാരണ മനുഷ്യർക്ക് അവരുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ സമർപ്പിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രീതി. അതാണ് ഷെയ്ഖ് ഷഅറാവിയുടെ വളരെ വലിയൊരു പ്രത്യേകത. ഫിഖ്ഹിയായ ചർച്ചകളിലേക്ക് കൂടുതൽ കടന്നു വരില്ല, എവിടെയെങ്കിലുമൊക്കെ പറയും, അത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പ്രഭാഷണ രീതിയായിരുന്നു. അപ്പോൾ ഫിഖ്ഹിയായ ചർച്ചകൾ എവിടെയെങ്കിലുമൊക്കെ വരുള്ളൂ. ഫിഖ്ഹിയായ ചർച്ചകളിൽ മൊത്തം വായിച്ചതിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണാൻ പറ്റും. അത് പിന്നെ ഷാഫി മദ്ഹബിൻ്റെ ഉള്ളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്, പുറത്തേക്ക് പോകുന്നതല്ല. ഇത്തരത്തിലുള്ള ഒരുപാട് സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് സത്യത്തിൽ ഷെയ്ഖ് ഷഅറാവിയുടെ തഫ്സീറുകൾ. ഇതിന് നമുക്ക് ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ, ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കടന്നുപോയാൽ അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഏത് സാധാരണക്കാർക്ക് തിരിയുന്ന രൂപത്തിലുള്ള ഉദാഹരണങ്ങളാണ് ഞാൻ ബഹുമാനപ്പെട്ടവർ സമർപ്പിക്കാറുള്ളത് എന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് തുടക്കത്തിൽ സൂറത്തുൽ ഫാത്തിഹ, എല്ലാം കൂടെ നോക്കിക്കാണുകയല്ല കേട്ടോ, ഒരു സമയമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാമായിരുന്നു. അതായത് എല്ലാ അധ്യായങ്ങളിലും പോയി ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഏതാനും ഉദാഹരണങ്ങൾ എടുത്ത് ചർച്ച ചെയ്താൽ കൂടുതൽ ഭംഗിയാകുമായിരുന്നു. ഞാനൊരു അരമണിക്കൂർ സമയം എന്ന് ആദ്യം പറഞ്ഞപ്പം അതിനു വേണ്ടിയുള്ള രൂപത്തിലേ തർത്തീബ് ചെയ്തിട്ടുള്ളൂ.
സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇത് അവതരിപ്പിക്കുമ്പം ഒരുപാട് ചർച്ചകൾ അവിടെ വരുന്നുണ്ട്. പക്ഷെ എനിക്കതിൽ വളരെ മനോഹരമായി തോന്നിയത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അത് അദ്ദേഹം ശരിക്കങ്ങോട്ട് അവതരിപ്പിച്ചിട്ട് അള്ളാഹു ചെയ്യുന്ന നിഅ്മത്തുകളും അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും അവൻ്റെ വിലപ്പെട്ട റഹ്മത്തുകളും ഇതെല്ലാം അങ്ങ് പരിചയപ്പെടുത്തിയിട്ട് ആ റബ്ബിൻ്റെ തെർബിയത്തും അവൻ്റെ സംരക്ഷണവും എല്ലാം പരിചയപ്പെടുത്തിയിട്ട് ശേഷമുള്ള ആയത്തുകളെ ഇതിൻ്റെ കാരണങ്ങളായി സമർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞ് സമർപ്പിച്ചിട്ട് അദ്ദേഹം പറയുന്നു ഇത് പടച്ചോനെ പ്രകീർത്തിക്കലാണ്. അടിമയുടെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിന് വേണ്ടി പറയുന്ന പരമമായ നന്ദി പ്രകടനം, അതാണല്ലോ അൽഹംദുലില്ലാ. ഈ അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള സാഹചര്യം, അതിനുള്ള നിലമൊരുക്കുകയാണ് സത്യത്തിൽ റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. 3 ആയത്തുകളെ ആ രൂപത്തിൽ വിശദീകരിക്കുന്നു. എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ സ്തുതിക്കാൻ കാരണം? സർവലോകത്തെയും സംരക്ഷിക്കുന്നത് അവനാണ്. ആദ്യത്തെ ആയത്ത് റബ്ബിൽ ആലമീൻ. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ചെയ്തു തരുന്ന ആളുകൾ പ്രകീർത്തിക്കപ്പെടാൻ അർഹരാണ് എന്നതിൻ്റെ പേരിൽ, അർഹതയുടെ പേരിൽ നമ്മൾ പലപ്പോഴും പ്രകീർത്തിക്കാറുണ്ട്. അദ്ദേഹം അതിനെ 3 വകതിരിക്കുകയാണ്. ആദ്യം, നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പ്രകീർത്തിക്കാറുള്ളത് 3 കാരണത്തിന് വേണ്ടിയാണ്. 3 കാരണവും കൂടെ വേണ്ട, 1 ഉണ്ടായാൽ പ്രകീർത്തിക്കും. 1 അർഹതയുടെ പേരിൽ, 2 പൊക്കിപ്പറഞ്ഞാൽ എന്തെങ്കിലും ലാഭം കിട്ടും, എന്തെങ്കിലും ഗുണം കിട്ടും എന്ന് കണ്ടാൽ, എന്ന് പറഞ്ഞാൽ വസൂലാക്കൽ ലക്ഷ്യത്തിൽ. രണ്ടാമത്തത് വസൂലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരാളെ പുകഴ്ത്തും. ഇനി അദ്ദേഹത്തിന് അർഹതയില്ല, പൊക്കിപ്പറഞ്ഞിട്ട് ഒന്നും വസൂലാക്കാനും പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഈ വേദിയിലേക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, അവർ കടന്നു വരികയാണെങ്കിൽ ഈ വേദിയിലുണ്ടെങ്കിൽ ആദ്യം സ്വാഗത ഭാഷണം നടത്തുമ്പോൾ ഫൈസൽ ഹസനിയോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥാപനത്തിൻ്റെ കാര്യദർശി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോ ഒക്കെ, ആറ്റുപ്പുറം ഉസ്താദോ ഒക്കെ ഉസ്താദിൻ്റെ മദ്ഹ് ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിനിപ്പോൾ നമ്മൾ എന്തെന്നാ പറയാം? ഈ ഉമ്മത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത് തന്ന, എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന് ഒരുപാട് ഉപകാരം ചെയ്ത വലിയ ഒരു ആലിം, വലിയ ഒരു നേതാവ്, എത്ര പുകഴ്ത്തിയാലും അത് അഹ്ലിയത്തിൻ്റെ പേരിലാണ്, അർഹതയുടെ പേരിലാണ്. എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ പുകഴ്ത്തിയാലും അതൊക്കെ കേൾക്കാൻ ഉസ്താദിന് അർഹതയുണ്ട്, കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അർഹതയുടെ പേരിൽ പുകഴ്ത്തും. ചിലപ്പോൾ അർഹതയൊന്നും ഉണ്ടാവില്ല, അയാളങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പം തൽക്കാലം ഒന്ന് പുകഴ്ത്തിയാൽ എന്തെങ്കിലും കാര്യക്കൂർ അയാളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും വസൂലാക്കുക എന്ന ലക്ഷ്യത്തിൽ ചിലപ്പോൾ പുകഴ്ത്തും. അതിൻ്റെ ഉദാഹരണമാണ് ചിലപ്പോഴൊക്കെ ചിലരെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ സ്ഥാപനത്തിൽ പഠിക്കുന്നവരാകുമ്പോൾ ചിലപ്പോൾ സ്ഥാപനത്തിൻ്റെ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഒരിക്കലും നാട്ടിലൊന്നും നല്ല അഭിപ്രായം ഇല്ലാത്തൊരു ആചാരട്ടിട്ട് ഇങ്ങനെ തട്ടിക്കയറ്റും. ഇതേ അപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, ഇയാളെന്തിനാ അങ്ങനെ ജാക്കി വെക്കണം? അയാളപ്പോൾ ആ സ്റ്റേജിലിട്ടിട്ടൊന്നാണ്ട് ജാക്കി വെച്ചാൽ സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്ത് തറക്കല്ലിട്ട ബിൽഡിങ് അയാൾ ഒറ്റക്കുണ്ടാക്കി തരും. നമുക്കെന്ത് നഷ്ടമുള്ളത്? അയാളൊന്ന് കുഞ്ഞാപ്പാക്കിയാൽ അത് നടക്കുമെങ്കിൽ. അങ്ങനെ പറ്റുമോ പറ്റൂല എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്.
അതിന് ഷെയ്ഖ് മുത്തവല്ലി ഷഹറാവി പറയുന്നൊരു കാര്യമുണ്ട്, അബൂ സുഫിയാനെ തന്നെ ജാക്കി വെച്ച ഇസ്ലാമിലേക്ക് റസൂലുള്ള കൊണ്ടുവന്നത്. ആദ്യം അങ്ങനെയാണല്ലോ, പിന്നെ വന്നിട്ടല്ലേ ഉറക്കുന്നത്. വമൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിൻ. മസ്ജിദുൽ ഹറാമിൽ കയറിയിരുന്നവർക്ക് നിർഭയത്വമുണ്ട്. സ്വന്തം വീട്ടിൽ വമൻ അഗ്ലഖ അലൈഹി ബാബഹു ഫഹുവ ആമിൻ വമൻ ദഖല ദാറ അബീ സുഫിയാൻ. അത് ഏതുപോലെയാണെന്നാ പറഞ്ഞത്? ആചാര പൂമുഖത്തുള്ള പോലെ നമ്മളൊന്നും ചെയ്യൂല എന്ന് പറയും പോലെയാണ്. അപ്പോൾ അബൂ സുഫിയാന് തോന്നുകയാണ്, സംഗതി ഇങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോഴും എൻ്റെ ആ നാട്ടുപ്രമാണിത്തരം മുഹമ്മദ് അംഗീകരിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണ്. അപ്പോഴാണ് മുസ്ലിം ആകണം എന്ന് തോന്നുന്നത്, ഒപ്പം നിന്നാൽ കാര്യമുണ്ട് എന്ന് തോന്നുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് അത് തനതായ രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പം ദീനിന് ഗുണമുണ്ടെങ്കിൽ അർഹതയില്ലാത്തയാളെയും പുകഴ്ത്താം എന്നാണ്. അത് അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസും ഉണ്ട് കേട്ടോ അതിന് തെളിവായിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയാണ് രണ്ടാമത്തെ ഒരു വിധം. എന്തെങ്കിലുമൊക്കെ കാര്യക്കൂറ് കണ്ടിട്ട് വസൂലാക്കൽ ലക്ഷ്യത്തോടെ ഒരാളെ പുകഴ്ത്തും. ഇനി മൂന്നാമത്തെ ഒരു രൂപമുണ്ട്. ഇയാൾ 5 പൈസയുടെ ഉപകാരം ഈ ഉമ്മത്തിന് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നേരം വെളുത്ത് വൈകുന്നേരം വരെ ഇയാളെ മദ്ഹ് പറഞ്ഞാലും ഇയാൾ 5 പൈസ ഇറക്കൂല. പിന്നെ ഇയാളെ പുകഴ്ത്തേണ്ടതുണ്ടോ? ഉണ്ട്. മൂന്നാമത്തെ ഒരു രൂപമുണ്ട്, നമ്മളൊക്കെ സാധാരണ ചെയ്യാറുണ്ട്. എന്താ? ഇയാളെ കൊണ്ടുണ്ടാകുന്ന കീറാമുട്ടി ഭയന്നിട്ട് ഇയാളെ ഷെറ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആളെ ചിലപ്പോൾ പൊക്കും. അവിടെയാണ് നമ്മളൊരു പരിപാടിയൊക്കെ തീരുമാനിച്ചാൽ ആ പരിപാടിക്ക് ഉടക്ക് വെക്കും എന്നുറപ്പുള്ള ഒരാൾ, അയാൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, അത് മുടക്കണമെങ്കിൽ അയാൾക്ക് കഴിയും. അപ്പം നമ്മളെന്താ ചെയ്യൽ? ആ പരിപാടിയുടെ ചെയർമാൻ മൂപ്പരയാക്കും. എന്നാൽ പിന്നെ ഞാൻ വിജയിക്കുമല്ലോ. അത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, അയാളുടെ ഷെറ് ഒഴിവാക്കാനാണ്. അതാണ് വൗഖരിമ റജുലു മഹാഫത്ത ശരി, കീറാമുട്ടി എന്നിട്ട് മനുഷ്യന്മാരെ ബഹുമാനിക്കുന്ന കാലം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയും ചിലപ്പോൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മൂന്നാലൊരു കാര്യം, ഒന്ന് അർഹതയുടെ പേരിൽ, 2 വസൂലാക്കൽ ലക്ഷ്യത്തിൽ, മൂന്നാമത്തേത് അയാളെ പേടിച്ചിട്ട്, അയാളെ ഭയന്നിട്ട് അയാളെ പുകഴ്ത്തുകയാണ്. ഇങ്ങനെ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ ഒരാളെ പുകഴ്ത്താറുണ്ടെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് 3ഉം ഒരുമിച്ച് കൂടിയതാണ് പടച്ച റബ്ബ് അള്ളാഹു ജല്ല ജലാലു. എന്ന് പറഞ്ഞാൽ അർഹതയുടെ പേരിൽ പുകഴ്ത്തുകയാണെങ്കിൽ അള്ളാഹുവിനെയാണ് പുകഴ്ത്തേണ്ടത്. പുകഴ്ത്തി പറഞ്ഞാൽ വല്ല കാര്യക്കൂറും കിട്ടുമെന്ന് കണ്ടിട്ടാണ്. വസൂലാക്കൽ ലക്ഷ്യത്തിൽ നീ ആരെ പുകഴ്ത്തുകയാണെങ്കിലും ആദ്യം പുകഴ്ത്തേണ്ടത് അള്ളാഹുവിനെയാണ്. തന്നാ മടുക്കാത്തവനാണ് അവൻ. അതുപോലെ തന്നെ ഒരാളുടെ ശിക്ഷ ഭയന്നിട്ട്, അയാളുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെ ഭയന്നിട്ട് നീ ഒരാളെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അവിടെ നീ ആദ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ പറയേണ്ടത് പടച്ചോനെ പേടിച്ചിട്ടാണ്. കാരണം ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. അള്ളാഹുവിനത് 3 ഉണ്ട്. 3 ഒരുമിച്ച് സമ്മേളിച്ച ഇവനെയല്ലാതെ പിന്നെ ആരെയാ ഹംദ് ചെയ്യാം? അതാണ് അൽഹംദുലില്ലാഹ് എന്ന് കഴിഞ്ഞ ഉടനെ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹു എന്ന് പറഞ്ഞത് തെർബിയത്ത്, അള്ളാഹുവിൻ്റെ അർഹതയിലേക്ക് സൂചനയാണ്. ലോകത്തെ മുഴുവനും സംരക്ഷിക്കുന്നത് അള്ളാഹുവാണെങ്കിൽ അവനെ പുകഴ്ത്തി പറയാൻ അർഹതയുണ്ട്. രണ്ടാമത്തേത് വസൂലാക്കൽ ലക്ഷ്യം, അതല്ലേ രണ്ടാമത് നമ്മൾ പറഞ്ഞത്? അതാണെങ്കിൽ അതിലേക്ക് സൂചനയാണ് അർ-റഹ്മാൻ റഹീം, തന്നാലും തന്നാലും മടുക്കാത്തവൻ, ഇഹത്തിലും പരത്തിലും തരുന്നവൻ. ഈ റബ്ബിനെ അല്ലാതെ, കരുണക്കടലായ പടച്ചോനെയല്ലാതെ ഇതിൻ്റെ പേരിൽ നീ ആരെയാ പുകഴ്ത്താൻ പോകുന്നത്? ഇനി പേടിച്ചിട്ടാണെങ്കിൽ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമയാണ് അള്ളാഹു. പ്രതിഫല നാളിൻ്റെ ഉടമയാണ് അള്ളാഹു. തീർച്ചയായിട്ടും അള്ളാഹുവിനെ പുകഴ്ത്തിയില്ലെങ്കിൽ, അവനെ പ്രകീർത്തിച്ചില്ലെങ്കിൽ, അവനെ അംഗീകരിച്ചില്ലെങ്കിൽ നീ ഇങ്ങോട്ട് വാട്ടോ എന്ന് പറയുന്ന വാണിംഗാണത്. മാലിക് യൗമിദ്ദീൻ. ഇത് 3ഉം കൂടെ വെച്ചിട്ട് ബഹുമാനപ്പെട്ടവർ സമർത്ഥിക്കുന്നത് കാണാം. ഞാനിതൊരു രീതി പറഞ്ഞതാണ്. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട നല്ല അടിപൊളി ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിഷയങ്ങളെ സമർത്ഥിക്കാറുള്ളത്. ഒരു കാലത്ത് എനിക്കിത് വല്ലാത്ത ഹരായിരുന്ന ഒരു കാലമുണ്ട്. അന്നത് മുഴുവനും ഇരുന്ന് കുറേ മുമ്പ്
ഈ കിതാബുകൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-18 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട ഒരു തഫ്സീർ ഷാറാവി ഫുള്ള് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് രാത്രികളിൽ ഇത് വായിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷയൊന്നും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വായന ഒരു സുഖമായിരിക്കും, കാരണം ഓരോ അവതരണങ്ങൾ. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഇത് സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് എടുത്തതാണ്. ഇനി സൂറത്തുൽ ബഖറയിൽ വരുമ്പോൾ ആദം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഒരുപാട് സ്ഥലത്ത് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അതിൽ വഖുൽനാ യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ വലാ തഖ്റബാ ഹാദിഹിശ് ശജറ ഫതകൂനാ മിനൽ-ളാലിമീൻ എന്ന ഭാഗം ഇത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം വിശദീകരിക്കുന്നത് ആദം നബി അലൈഹിസ്സലാം ഇതിൽ ഓരോ വാക്കുകളെയും എടുത്തിട്ട് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ശരിക്കും ഇങ്ങനെ കാണാം. ആദം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു സ്വർഗത്തിൽ പോയി താമസിക്കാൻ പറയണം. ഉസ്കുൻ, നിങ്ങൾ സമാധാനത്തോടെ സ്വർഗത്തിൽ പോയി പാർത്തോളൂ. സ്വർഗത്തിൽ ഇറങ്ങി താമസിച്ചോളൂ എന്നല്ല, സ്വർഗത്തിൽ സുക്കൂനോടെ താമസിക്കുക, അതാണ് ഉസ്കുൻ. അപ്പൊ സുക്കൂന് ലഭിക്കണമെങ്കിൽ ഇണയില്ലാതെ തുണയില്ലാതെ ഒരിക്കലും ശാന്തിയുടെ സമാധാനത്തിൻ്റെ ജീവിതം പൂർണ്ണമാവില്ല. കാരണം വിശുദ്ധ ഖുർആൻ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വർഗത്തിൽ നിന്ന് ഇണകളെ നൽകിയത് ലിതസ്കുനു ഇലൈഹ എന്ന് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ശാന്തി അന്വേഷിക്കാനാണ്, ശാന്തി തേടി ചെല്ലാനാണ് നിങ്ങൾക്ക് ഇണകളെ നൽകിയത് അല്ലാഹു തആല വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ആ ഒരു വാക്ക് ആദം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഉസ്കുൻ. സുക്കൂനിൽ നിന്നാണ് ഉസ്കുൻ എന്ന പദം. കേവലം താമസിക്കുക എന്നല്ല, സമാധാനത്തോടെ പാർക്കുക. അതിൽ നിന്നാണ് മസ്കൻ വന്നത്. മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാന ഗേഹം എന്നാണ് അതിൻ്റെ അർത്ഥം. സമാധാനമുള്ള വീടിന് നമ്മൾ സാധാരണ ഈ ഒരു മസ്കൻ എന്ന പ്രയോഗം നടത്താനുള്ള കാരണം അവിടെ ശാന്തിയുടെ സ്ഥലം എന്നാണ് മസ്കൻ്റെ അർത്ഥം. അപ്പോൾ വീട്ടിലുള്ള ശാന്തി എന്താണ്? വീട്ടിലുള്ള സമാധാനം എന്താണ്? അതൊരു നല്ല പെണ്ണാണ്, അല്ലെങ്കിൽ ഒരു നല്ല ആണോ. ഇതാണ് ഒരു വീട്ടിലെ സുക്കൂന്. അതുകൊണ്ടാണ് വീടിന് സത്യത്തിൽ ദാറ് ബൈത്ത് എന്നൊന്നും പറയും പോലെയല്ല മസ്കൻ എന്ന പ്രയോഗം. അതുതന്നെയാണ് ആദ്യത്തെ ഉസ്കുൻ അംത വസൗജുകൽ ജന്ന. നിങ്ങൾ സമാധാനത്തോടെ പോയി പാർത്തോ. വല്ലിപ്പ എന്ന നിലയിൽ ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ മതി. ആദം നബി ഹവ്വാ ബീവിയോട് പറഞ്ഞാൽ മതി ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല ചെയ്തത്. ആദം നബിയോടൊപ്പം തന്നെ ഹവ്വാ ബീവിക്ക് അള്ളാഹു സ്വർഗപ്രവേശം അനുവദിക്കുകയാണ്. എന്താ കാരണം? സുക്കൂനോട് കൂടെ താമസിക്കണമെങ്കിൽ ഞാൻ ഒറ്റക്കുണ്ടായാൽ പറ്റൂല. അപ്പോൾ അള്ളാഹു തആല പറയാണ് അൻത വസൗജുകൽ ജന്ന, നിങ്ങളും നിങ്ങളുടെ കെട്ടിയോളും ഇണയും ഒരുമിച്ച് പോയിട്ട് സന്തോഷത്തോടെ ജീവിച്ചോളൂ. ഇതിന് ആ സ്ഥലത്ത് തന്നെ ഈ പോയിന്റുകളൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നു വകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ. പിന്നീട് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനും ഹവ്വാ ബീവിക്കും നൽകുന്നത് ഒരു കൽപ്പനയും ഒരു വിരോധനയുമാണ്. അങ്ങനെയാണ് ഒരു കൽപ്പന, ഒരു അമ്ർ, ഒരു നഹി. കുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ. ഇതൊരു കൽപ്പനയാണ്, സിമ്പിൾ കൽപ്പന. നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ എവിടെ പോയും തിന്നാം, നിങ്ങൾക്ക് വേണ്ടിടത്തു നിന്നൊക്കെ സുഭിക്ഷമായി കഴിച്ചോളൂ. വലാ തഖറബാ ഹാദിഹി ശജറ. ഒരു വൃക്ഷം ചൂണ്ടിയിട്ട് ഈ വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, അവിടെ വിലക്ക് വരികയാണ്. അപ്പൊ ഈ കൽപ്പനയും ഈ വിധിയും ഈ വിലക്കും സത്യത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയാൽ, അവിടെയൊക്കെ അദ്ദേഹം അത് ശരിക്കും സമർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഏത്? അവിടെ പറ്റിയതൊരു അബദ്ധമല്ല എന്ന് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ ഞാൻ ഇങ്ങനെ ചർച്ച ചെയ്താൽ നമ്മളെ സമയപ്പതിനെ കഴിയൂലേ, കാരണം കുറേ ആയത്തുകൾ പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഓർമ്മ വരുമ്പോൾ ആ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളെ നാട്ടിലെ ഒരു ടീം വേറെ
ഒരു അന്താരാഷ്ട്ര കളിക്കളത്തിലേക്ക് കളിക്കാൻ വേണ്ടി പോകുന്നു. എൻ്റെ ഉദാഹരണമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പ് നാട്ടിൽ വെച്ച് കോച്ച് അവർക്ക് പരിശീലനം നൽകും. ആ നൽകുന്ന സമയത്ത് ബോൾ കൈകാര്യം ചെയ്യുന്നിടത്ത് എന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ കോച്ച് അവരെ കുറ്റപ്പെടുത്തും. ചിലപ്പോൾ കടുത്ത ഭാഷയൊക്കെ ആയിരിക്കും പറയാം. പക്ഷേ അതിൽ തോറ്റുപോയതുകൊണ്ട്, അവിടെ പരാജയപ്പെട്ടതുകൊണ്ട് അതിന് പരാജയം എന്ന് പറയില്ല. ഇതൊക്കെ പറയുന്നത് എന്തിനാണ്? ഇനി ഔദ്യോഗിക കളിക്കളത്തിൽ പോയിട്ട് ഈ വീഴ്ച വരുത്തരുത് എന്ന് പറയാനാണ്. എന്നതുപോലെ സ്വർഗത്തിൽ ഇത് ഒരു മോഡലാണ്. സ്വർഗത്തിലേക്ക് കടത്തുന്നതിൻ്റെ മുമ്പ് പറഞ്ഞ നിയമവും വിലക്കും, വിധി വിലക്കുകൾ സ്വർഗത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ചുമലിൽ വരാനുള്ള നൂറുകണക്കിന് നിയമവിലക്കുകളുടെ പ്രാതിനിധ്യം വഹിക്കുന്ന ഒരു നിയമവും വിലക്കുമാണ്. വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമ. അനുവദിക്കപ്പെട്ടത് ഇഷ്ടം പോലെ ഉണ്ടാവും. ഹറാമും ഹലാലും കൂടെ നോക്കുമ്പം അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതും നോക്കുമ്പോൾ അനുവദിക്കപ്പെടാത്തത് വിരലിൽ എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ, അനുവദിച്ചതായിരിക്കും കൂടുതൽ. അതുകൊണ്ട് വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമ, കയറൂരി അങ്ങ് വിട്ടു. അതേസമയം മറ്റേ സ്ഥലത്ത് വലാ തഖറബ ഹാദിഹി ഷജറ, ഇഫ് അൽ വലാ തഫ്അൽ. ഇത് ഷറാബിൻ്റെ ഭാഷയാണ് കേട്ടോ. ഇഫ് അൽ വലാ തഫ്അൽ, ഇതാണ് ദീന്. ചെയ്തോ, ഇന്നത് ചെയ്തോ, ഇന്നത് ചെയ്യരുത്, ഇതാണല്ലോ ദീന്. പക്ഷേ ഇഫ് അൽ അത് വിശാലായിരിക്കും, ലാ തഫ്അൽ കുടുസായിരിക്കും. അത്രേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പം അവിടെ വലാ തഖറബ ഹാദിഹി ഷജറ എന്ന് പറഞ്ഞ് മരത്തെ നിർണയിക്കാനുണ്ടായ കാരണം അതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ചർച്ച ചെയ്യുന്നു. ഇങ്ങനെ വളരെ മനോഹരമായി കാര്യങ്ങളെ ഓരോന്നും നോക്കി കാണുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. അന്താരാഷ്ട്ര കളിക്കളത്തിൽ, ഔദ്യോഗിക കളിക്കളത്തിൽ പോയിട്ട് തോറ്റു വന്നാൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കുറ്റപ്പെടുത്തും. അപ്പോൾ ഭൂമിയിൽ ഇറങ്ങിയിട്ട് വീഴ്ച വന്നെങ്കിലേ വീഴ്ച എന്ന് പറയാൻ പറ്റുള്ളൂ. ആദ്യത്തേത് നിർദ്ദേശങ്ങളാണ്, ഓർമ്മപ്പെടുത്തലുകളാണ്. പിന്നെ മാത്രമല്ല, വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമ എന്ന് പറഞ്ഞിടത്ത് ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. വലാ തഖറബ ഹാദിഹി ഷജറ എന്ന് പറഞ്ഞിടത്താണ് അബദ്ധം വരുന്നതെങ്കിൽ ഇറങ്ങിയിട്ട് നല്ലോണം സൂക്ഷിക്കണം കേട്ടോ. ഈ അരുത് എന്ന് പറഞ്ഞതാ കരുതേണ്ടത്. കാരണം വിലക്കപ്പെട്ട കനികൾക്ക് ടേസ്റ്റ് കൂടും. അതിലേക്ക് പോകാതിരിക്കാൻ നോക്കണം. ആ ഓർമ്മപ്പെടുത്തലാണ് സത്യത്തിൽ ഇതിലൂടെ നൽകുന്നത്. ഇവിടെ സത്യത്തിൽ ഇത് സൂറത്തുൽ ബഖറയിലെ ആയത്താണ് ഞാൻ ഓതിയത്. അതേസമയം സൂറത്തുൽ ബഖറയിലെ ആയത്ത് ഇതാണെങ്കിൽ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സൂറത്തുൽ ബഖറ കഴിഞ്ഞാൽ പിന്നെ സൂറത്തു ത്വാഹയിലെത്തുമ്പം ഇതേ ആശയം തന്നെ മറ്റൊരു നിലക്ക് പറയുന്നുണ്ട്. നിങ്ങളെ പിശാച്ച് ഒരിക്കലും സ്വർഗത്തിൽ നിന്ന് പുറത്തിറക്കാതിരിക്കട്ടെ. പിശാച്ച് സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ പുറത്തിറക്കിയാൽ അബദ്ധത്തിൽ പെടും കേട്ടോ എന്ന് ഉപദേശിക്കുന്നു. നിങ്ങളെ പിശാച്ചൊരിക്കലും ഇവിടെ നിന്ന് പുറത്തിറക്കാതിരിക്കട്ടെ. പുറത്തിറക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. സ്വർഗത്തിൽ നിങ്ങൾക്ക് തിന്നണമെങ്കിൽ, കുടിക്കണമെങ്കിൽ, ഉടുക്കണമെങ്കിൽ ഒരു പ്രയാസവുമില്ല. അത് വളരെ ലളിതമാണ്. ഒരു പ്രയാസവുമില്ലാതെ നിങ്ങൾക്ക് വിയർപ്പൊഴുക്കാതെ, വെയിൽ കൊള്ളാതെ, കഷ്ടപ്പെടാതെ നിങ്ങൾക്ക് തിന്നും കുടിച്ചും ജീവിക്കാം സ്വർഗത്തിൽ. പക്ഷെ സ്വർഗത്തു നിന്ന് പുറത്തു പോയാൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. ഫഖുൽന യാ ആദമു ഇന്ന ഹാദാ അദുവ്വുൻ ലക വലിസൗജിക്. പിശാചിനെ ചൂണ്ടിയിട്ട് പറയാണ്, ആദം നബിയെ, നിങ്ങളുടെ ഇണയുടെയും ശത്രുവാണ് ഇവൻ. ഇവനെ കരുതണം കേട്ടോ. ജീവിതത്തിൽ നിങ്ങൾ കരുതേണ്ടത് ഇവനെയാണ്. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് ഇവൻ നിങ്ങളെ പുറത്താക്കാതിരിക്കാൻ നോക്കണം. പുറത്താക്കിയാൽ ഫതഷ്ഖാ. അവിടെയാണ് ഷാറാവി ഒന്ന് പറഞ്ഞത്, ഫതഷ്ഖാ. ശരിക്കും എന്താ പറയേണ്ടത്? ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്ന എന്നാ, ഫലാ യുഖ്രിജന്നക എന്നല്ല പറഞ്ഞത്. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്ന. പിശാച് നിങ്ങളെ ഒരു കാരണവശാലും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാതിരിക്കട്ടെ. പുറത്താക്കിയാൽ ഫതഷ്ഖാ, നിങ്ങൾ ക്ലേശം അനുഭവിക്കേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും. ആദം നബിയോട് പറയാണ്. അപ്പം ശരിക്കും അവിടെ അതിൻ്റെ ഭംഗി എങ്ങനെ പറയലാ? ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നതി ഫതഷ്ഖയാ എന്നല്ലേ പറയേണ്ടത്. നിങ്ങൾ രണ്ടാളും കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ പറഞ്ഞിട്ടില്ല.
അവിടെ അദ്ദേഹം പറയുന്നത് ഖുർആൻ അങ്ങനെ പറയാൻ കാരണം എപ്പോഴും ജീവിത ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളും വരുന്നത് ആണിനാ. സ്വർഗത്തുനിന്ന് പുറത്തിറങ്ങിയാൽ വെയിലുള്ളേണ്ടി വരും, പണിയെടുത്ത് തിന്നേണ്ടി വരും. അപ്പം നിങ്ങൾ പണിക്ക് പോയി കഷ്ടപ്പെട്ട് നിങ്ങൾ കുടുംബത്തെ പോറ്റേണ്ടി വരും. അല്ലാതെ ആ ഹവ്വാ ബീവിക്ക് അതുകൊണ്ട് കഷ്ടമൊന്നും ഉണ്ടാവില്ല. സംഗതി ഹവ്വാ ബീവിയെ തിന്നാൻ ശ്രമിച്ചത് ഇല്ലേ, പക്ഷേ കഷ്ടപ്പെടുന്നത് ആണുങ്ങളാണ്. അത് അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞതാണ്, ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നത്തി ഫതഷ്ഖ, നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. രണ്ടാളോടും പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു ഇന്നലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറാ വഅന്നക ലാ തുദ്മഉ ഫീഹാ വലാ തദ്ഹ. കണ്ടോ, ഇവിടെ സ്വർഗത്തിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശപ്പറിയണ്ട, നിങ്ങൾക്ക് നഗ്നനാവേണ്ട പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ തിന്നാൻ ഭക്ഷണമല്ല എന്നുള്ള പരാതി ഇവിടുന്ന് കേൾക്കൂല. അങ്ങനെ ഒരു കഷ്ടപ്പാട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഉടുക്കാൻ മുണ്ടില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല. അതാ വലാ തഅറാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഉടുക്കാൻ മുണ്ടില്ലാത്ത അവസ്ഥ സ്വർഗത്തിൽ ഉണ്ടാവില്ല. വഅന്നക ലാ തുദ്മഉ ഫീഹാ, കുടിക്കാൻ വെള്ളമില്ല, തൊണ്ട വരണ്ടു എന്ന് പറയേണ്ട ഒരു ഗതികേടുണ്ടാകൂല. വലാ തദ്ഹ, ഈ ജീവിതോപാധികളൊന്നും ഒപ്പിക്കാൻ നിങ്ങൾ വെയിലും കൊള്ളും വേണ്ട. വലാ തദ്ഹ, എത്ര കൃത്യ, കഷ്ടപ്പെട്ട് പണിയെടുക്കണ്ട. പക്ഷെ ഈ ഒരവസ്ഥ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ പിന്നീട് വിഷമിക്കും. അപ്പം അവിടെ അദ്ദേഹം ഏറ്റവും മനോഹരമായി പറഞ്ഞ ഒരു ഭാഗം ഫത്തഷ്ഖയാന്ന് പറയാതെ ഫത്തഷ്ഖ എന്ന് പറഞ്ഞതിൻ്റെ യുക്തിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതേ രൂപത്തിലാണ് ബഹുമാനപ്പെട്ടവരുടെ തഫ്സീർ ഗ്രന്ഥങ്ങൾ. നിങ്ങൾക്കത് നോക്കാൻ വേണ്ടി ഒരു താല്പര്യം ഉണ്ടാകാൻ ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രം. ഇനി പലപ്പോഴും നമ്മളൊക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സ്ത്രീ പുരുഷ വ്യത്യാസത്തെക്കുറിച്ച് എപ്പോഴും പറയുന്നതാണ്. അത് അദ്ദേഹം സമർത്ഥിച്ചത്, അദ്ദേഹത്തിന് അതിന് വലിയ ലേഖനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ആയത്തിൻ്റെ തഫ്സീറിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനായിട്ട് പുസ്തകം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. മുഹമ്മദ് മുത്തവല്ലി ഷഅറാവി എഴുതിയ ലേഖനങ്ങളുണ്ട്. സൂറത്തുൻ നിസാഇൻ്റെ 32-ാമത്തെ ആയത്തിൽ വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ് ലിർരിജാലി നസീബും മിമ്മക്തസബു വലിന്നിസാഇ നസീബും മിമ്മക്തസബൻ വസ്അലുല്ലാഹ മിൻ ഫളലിഹി ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ. ഈ ആയത്തെടുത്തുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ശരിക്ക് ഇത് ഇസ്ലാമിൻ്റെ പേരിൽ വെറുതെ പറയണം, വെറുതെ ആരോപിക്കുന്ന ഒരു ആരോപണമാണ് പുരുഷ മേൽക്കോയ്മ എന്ന് പറയുന്നത്. അങ്ങനെയല്ല ഇസ്ലാമിലുള്ളത്. മറിച്ച് ചില ഘട്ടങ്ങളിൽ പുരുഷൻ അഫ്ളലായിരിക്കും, ചില ഘട്ടങ്ങളിൽ സ്ത്രീക്ക് അഫ്ളലിയത്ത് ഉണ്ടാകും. അങ്ങനെയാണ്. അപ്പം രണ്ടും കൂടെ അങ്ങനെ വെച്ച് നോക്കുമ്പം പരസ്പരം അങ്ങനെ ഒത്തുപോകും ചെയ്യും. ഒരു സ്ഥലത്ത് കുറവുണ്ടെങ്കിൽ വേറൊരാൾക്ക് ഉയരം ഉണ്ടാവും. ഇനി ആ ആൾക്ക് താഴ്ച വന്ന് വേറൊരാൾ പൊങ്ങും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇതാണ് ഖുർആൻ പറഞ്ഞത് വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്. പുരുഷന്മാർ സമരത്തിന് പോയി, അവർ വലിയ കൂലികൾ വാരിക്കൂട്ടുന്നു, ഞങ്ങളും പുരുഷന്മാരായിരുന്നെങ്കിൽ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് സഹോദരിമാർ പരാതി പറഞ്ഞപ്പോഴാണല്ലോ ഈ ആയത്തിറങ്ങിയത്. എന്നിട്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അതിനെ അർത്ഥം വെച്ച് അവതരിപ്പിക്കുകയാണ് ഷെയ്ഖ് ഷഅറാവി. അദ്ദേഹം പറഞ്ഞു വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്. നിങ്ങളിൽ ചിലർക്ക് ചിലരെക്കാൾ ബഹുമാനം നൽകി എന്ന കാരണം കൊണ്ട് നിങ്ങളിൽ ഒരാൾ മറ്റൊരാളാവാൻ കൊതിക്കരുത്. അങ്ങനെയാണ് അദ്ദേഹം അതിനർത്ഥം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ചില ഘട്ടങ്ങളിൽ പെണ്ണുങ്ങൾക്ക് തോന്നും ആണായാൽ കുഴപ്പമില്ല, അങ്ങനെ തോന്നരുത്. ചില ഘട്ടങ്ങളിൽ ആണുങ്ങൾക്ക് തോന്നും പെണ്ണായാൽ കുഴപ്പമില്ല, അങ്ങനെയും തോന്നരുത്. അതാണ് വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് പച്ചയിൽ പറയായിരുന്നു മാ ഫളലല്ലാഹു റിജാല അലൻ നിസാ എന്ന് തന്നെ പറഞ്ഞുകൂടായിരുന്നു. പുരുഷന്മാരെ സ്ത്രീകളെക്കാൾ ഞാൻ നിരുപാധികം ആദരിച്ചു വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഒരൊറ്റ പെണ്ണു ആണാവാൻ കൊതിക്കരുത്. അങ്ങനെയല്ല പറഞ്ഞത്.
വലാത്ത തമന്നൗ, വിശ്വാസികളെ നിങ്ങൾ പരസ്പരം ഒരാൾ മറ്റൊരാളാകാൻ കൊതിക്കരുത്. ബിമാ ഫല്ലലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്, നിങ്ങളിൽ ചിലർക്ക് ചിലരെക്കാൾ കൊടുത്ത ആദരവിനെ നിങ്ങൾ കൊതിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആണ് പെണ്ണാവാനും പെണ്ണാണാവാനും കൊതിക്കരുത്. കാരണം എന്താ? ലിർരിജാലി നസീബും മിമ്മക്തസബു വലിന്നിസാഇ നസീബും മിമ്മക്തസബന. ആണിനാണായി നിന്നിട്ട്, പുരുഷന് പുരുഷൻ എന്ന നിലയിൽ നിന്നിട്ട് ജീവിതത്തിൽ 100 മാർക്ക് നേടാൻ അവസരമില്ലെങ്കിലല്ലേ പെണ്ണാകാൻ കൊതിക്കേണ്ടതുള്ളൂ. ലിർരിജാലി നസീബും മിമ്മക്തസബു, പുരുഷന്മാരുടെ അധ്വാനത്തിനുള്ള നേട്ടം അവർക്ക് കിട്ടും, അതിൻ്റെ ഊഴം അവർക്ക് കിട്ടും. വലിന്നിസാഇ നസീബും മിമ്മക്തസബന, പെണ്ണുങ്ങൾ അധ്വാനിച്ചതിൻ്റെ നേട്ടം പെണ്ണുങ്ങൾക്കും കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരാണായി നിൽക്കത്തന്നെ 100 മാർക്ക് ജീവിതത്തിൽ നേടാൻ പറ്റും. എവിടെയും അവൻ പിന്തള്ളപ്പെടുകയില്ല. പെണ്ണിന് പെണ്ണെന്ന ലെവലിൽ നിന്നാൽ തന്നെ അവൾക്ക് 100 മാർക്ക് അവൾക്കും നേടാൻ പറ്റും. എവിടെയും അവൾ മോശക്കാരിയാവില്ല. പിന്നെ എന്തിനാണ് ഈ പരസ്പരം ഒരാൾ മറ്റൊരാളാകാൻ കൊതിക്കുന്നത്? അങ്ങനെ ഉണ്ടാകുമെന്ന് സാധാരണ പെണ്ണുങ്ങളെ ഭാഗത്ത് നിന്നല്ല ഈ ഒച്ചപ്പാട് കേൾക്കാറുള്ളത്. അത് ആനുകൂല്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും. ആണുങ്ങൾക്ക് ആനുകൂല്യം കിട്ടുന്നിടത്താണ് ഇപ്പോൾ പെണ്ണുങ്ങൾ ഈ ഒച്ചപ്പാടുണ്ടാക്കുക. അതേസമയം പെണ്ണുങ്ങൾക്ക് ആനുകൂല്യം കിട്ടുന്നിടത്ത് ആണുങ്ങൾക്ക് തോന്നിക്കൂടായി ഒന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെ ഉണ്ടാവാലോ. സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, പ്രസവിക്കുന്ന സമയത്ത് ആ കഷ്ടപ്പാടുകളൊക്കെ ഓർത്തിട്ടൊരു പെണ്ണിന് തോന്നിയേക്കാം, ഞാൻ മറ്റേ മൂപ്പരായിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എന്നല്ലേ. ഇനി 1 കഴിഞ്ഞ് 2ാമത്തതും 36 തന്നെയാണല്ലോ. അപ്പം ഇതെങ്കിലും മൂപ്പരെ ഏറ്റെടുക്കുകയാണെങ്കിൽ എന്ന് തോന്നാം. പക്ഷേ പ്രസവിക്കുമ്പം പെണ്ണിന് ഞാൻ ആണായിരുന്നെങ്കിൽ എന്ന് തോന്നിയെങ്കിൽ, അങ്ങനെ തോന്നരുത് എന്നാണ്. അങ്ങനെ തോന്നിയെങ്കിൽ പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് പിന്നണ്ട് ഇവർക്ക് പരിചരണം കിട്ടലില്ലേ. ഒരാട് മുഴുവനൊക്കെ കിട്ടും. ആടിൻ്റെ ഓരോ ഭാഗങ്ങൾ തല വരും, ഊര വരും, കയ്യും കാലും വരും, അങ്ങനെ എല്ലാം വരും. അതിങ്ങനെ വരുമ്പോൾ പുതിയാപ്പിൾക്കും തോന്നൂലേ, ഞാൻ മൂപ്പത്തിയായിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു എന്ന്. സ്വാഭാവികമാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, അല്ലെങ്കിൽ മൻ അഹഖുന്നാസി മൻ ഔലന്നാസി ബിസുഹ്ബതി മൻ അഹഖുന്നാസി ബിസുഹ്ബതി എന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ അവിടെ കൊടുക്കുന്ന 1ഉം 2ഉം 3ഉം മറുപടികൾ പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ്. ഏതു വാപ്പക്കും തോന്നൂലേ, പടച്ചോനെ എന്തുകൊണ്ടാ റസൂലുള്ള 1ഉം 2ഉം 3ഉം അല്ലേ? സ്വർണവും വെള്ളിയും വെങ്കലവും 3ഉം ആർക്കാ കൊടുത്ത്? ഉമ്മക്കാ കൊടുത്തത്. പിന്നെ 4ാമത്തെ വട്ടാണ് പിന്നെ സുമ്മ മൻ യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ അബൂക്കാന്ന് പറഞ്ഞത്. ഇതൊരു അങ്ങേയറ്റം മോശമായിട്ട് തോന്നൂലേ? തോന്നുന്നതിൽ അർത്ഥമല്ല. ബിമാ ഫല്ലലല്ലാഹു ബഅദകും അലാ ബഅദ് അവിടെയാണ്. ഉമ്മാക്ക് പനേക്കാൾ ബഹുമാനം നൽകി എന്ന് പറഞ്ഞത് അവിടെയാണ്. കാരണം എന്താണ്? അങ്ങനെ തോന്നുന്നത് അതിലൊരു അർത്ഥവുമില്ല. കാരണം ഈ കുട്ടിയെ ഗർഭം ചുമന്നതാരാ? ഉമ്മ ഒറ്റക്ക്, പാപ്പക്ക് പങ്കില്ല. കുട്ടിയെ പ്രസവിച്ചതാരാ? ഉമ്മ ഒറ്റക്ക്, പാപ്പക്കൊരു പങ്കുമില്ല. ഈ കുട്ടിയെ പാല് കൊടുത്ത് വളർത്തിയത് മുലയൂട്ടിയതും ഉമ്മ ഒറ്റക്ക്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ അതും ഈ ഉമ്മ തന്നെ ചെയ്യാറുള്ളത്. പക്ഷേ വേണമെങ്കിൽ വാപ്പ സഹകരിച്ചാലും നടക്കും അല്ലേ? വാപ്പ സഹകരിച്ചാലും അവിടുന്ന് അങ്ങോട്ട് അപ്പിയിട്ടാൽ വൃത്തിയാക്കി കൊടുക്കുക, മൂത്രിച്ചാൽ വൃത്തിയാക്കി കൊടുക്കുക, ഇതൊക്കെ വാപ്പക്കും വേണമെങ്കിൽ സഹകരിക്കുമല്ലേ എന്നുള്ളത് വേറെ വിഷയം. വേണമെങ്കിൽ സഹകരിക്കാൻ പറ്റും. പക്ഷേ സഹകരണ മനോഭാവം ഉണ്ടെങ്കിൽ പോലും നടക്കാത്ത കാര്യമാണ് ഗർഭം, പ്രസവം, മുലയൂട്ടൽ. ഇത് ബാപ്പക്ക് കഴിയൂല. ഇത് 3 ഉമ്മക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് റസൂലുള്ള 3 വട്ടം ഉമ്മുക്ക 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 എന്ന് അവതരിപ്പിച്ചത്. 4ാമത് അബൂക്ക് എന്ന് പറഞ്ഞു. പിന്നെ ചാൻസ് ഉള്ളൂ. അതുകൊണ്ടാണ്. അല്ലാതെ നമ്മളെ നാട്ടിലൊക്കെ ചിലപ്പോൾ റബീഉൽ അവ്വലിൻ്റെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ 1ും 2ും 3ും കിട്ടിയ കുട്ടിയേക്ക് 1ാം സ്ഥാനം 2ാം സ്ഥാനം 3ാം സ്ഥാനം സമ്മാനങ്ങളൊക്കെ കൊടുക്കും. പിന്നെ അവസാനമുണ്ട് സദറുസ്താദ് സ്റ്റേജിൽ നിന്നിട്ടൊരു വിളി അല്ലേ? പരിപാടി പങ്കെടുത്ത കുട്ടികളൊക്കെ വരും. എന്നിട്ട് എല്ലാവർക്കും ഒരു പൊട്ടണ ഗ്ലാസ് കൊടുക്കും. ഇതിനെ പ്രോത്സാഹന സമ്മാനം എന്നാ പറയാം. പിണങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി, ആള് പിണങ്ങിപ്പോകാതിരിക്കാനുള്ള ഒരു പരിപാടി ചിലപ്പോൾ ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിലല്ല പെടേണ്ടത്. അങ്ങനെയാണ് വാപ്പനെ പരിഗണിച്ചതെന്ന് തോന്നിപ്പോകൂലേ? ഒരു പ്രോത്സാഹന സമ്മാനം പോലെ ആണ് വാപ്പക്ക് കിട്ടിയതെന്ന് തോന്നിപ്പോകൂലേ? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് പ്രിയപ്പെട്ട കൂട്ടുകാരെ.
ഞാൻ അവസാനിപ്പിക്കുന്നു, നീട്ടുന്നില്ല. ഇവിടെ എല്ലായിടത്തും മനോഹരമായി അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ആനുകൂല്യം കിട്ടുമ്പം മറുപക്ഷത്തുള്ളവർക്ക് തോന്നും ആ ഭാഗമായിരുന്നെങ്കിൽ എന്ന്. അവിടെ ആനുകൂല്യം കിട്ടുമ്പോൾ ഇവിടെ തോന്നും, ഇവിടെ ആനുകൂല്യം കിട്ടുമ്പോൾ അവർക്കും തോന്നും. അപ്പം ആണിന് പെണ്ണാവാനും പെണ്ണിന് ആണാവാനും തോന്നും. രണ്ടും ഉണ്ടാവരുത്. വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് മുബ്ഹമായ രൂപത്തിൽ ബഅദകും അലാ ബഅദ് എന്ന് പറഞ്ഞത്. അർരിജാല അലൻ നിസാ എന്ന് സ്വരീഹായി പറയാതെ ഇങ്ങനെ പറഞ്ഞത് ഈ കാരണത്തിന് വേണ്ടിയാണ്. ഇനി നമ്മളിപ്പോൾ ജൂതന്മാരുടെ കഥ പറയുമ്പം ളുരിബത്ത് അലൈഹിമുദ്ദില്ല ഐനമാ സുഖിഫു ഇല്ലാ ബിഹബ്ലിൻ മിനല്ലാഹി വഹബ്ലിൻ മിനന്നാസ് എന്ന് പറയാറുണ്ട്. അള്ളാഹുവിൽ നിന്ന് വല്ല പിന്തുണയും കിട്ടിയാൽ മദീനത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു തആല പറഞ്ഞു അവരോട് നികുതി വാങ്ങിയിട്ട് കപ്പം വാങ്ങിയിട്ട് അവരെ വെച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ജിസിയക്ക് അനുമതി കൊടുത്തു അള്ളാഹു. അങ്ങനെ അവരെ പാർപ്പിക്കാം. അപ്പോൾ അവർക്കൊരു ചെറിയ സമാധാനം കിട്ടി. എന്നതുപോലെ വഹബ്ലിൻ മിനന്നാസ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പിന്തുണയുണ്ടെങ്കിൽ അതും പലപ്പോഴും ജൂതന്മാരുടെ ദൈന്യതക്കൊരു പരിഹാരമാകും എന്ന് ഖുർആൻ പറഞ്ഞതിനെക്കുറിച്ച് മുഹമ്മദ് മുത്തവല്ലി ഷഹറാവി രേഖപ്പെടുത്തുന്നത് വഹബ്ലിൻ മിനന്നാസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയായിരിക്കും. അപ്പോഴാണ് ഓൽക്കൊരു ഒന്ന് എണീച്ചിക്കാൻ പറ്റുന്നത്. അവർ പിന്തുണ കണ്ട് പിൻവലിച്ചാൽ ഇപ്പം ഇതൊക്കെ എപ്പോഴോ തീരുമാനമാവുമായിരുന്നല്ലോ അല്ലേ. അമേരിക്ക കൂടിയിട്ടില്ലെങ്കിൽ എപ്പോഴോ തീരുമാനമാവും. ഇസ്രായേലിൻ്റെ കാര്യം എപ്പോഴോ തീരുമാനമാവും. പക്ഷേ അമേരിക്ക സഹായിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ വഹബ്ലിൻ മിനന്നാസ് എന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള സംഗതിയാണ്. മറ്റു രാജ്യക്കാരുടെ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഒരു ശകലം വീഴ്ച പോലും വരുത്തിയിട്ടില്ല. എല്ലാം നമ്മൾ സാധാരണ സൂറത്തുൽ കഹ്ഫിലൊക്കെ ഓതുന്നതാണല്ലോ. എല്ലാം വിശകലനം ചെയ്തിട്ടുണ്ട് ഖുർആൻ. ഖുർആൻ പറയാത്ത ഒരു കേസുമില്ല. മുഹമ്മദ് മുത്തവല്ലി ഷഹറാവി പറയുന്നുണ്ട്, ഞാനൊരിക്കൽ കൈറോയിലെ ഒരു ഹോട്ടലിലിരിക്കുമ്പോൾ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരാൾ ഉണ്ട്. അദ്ദേഹം മതവിശ്വാസിയല്ല, ഒരു യുക്തിവാദിയാണ്. അദ്ദേഹം കൂടെ ഇരുന്ന് ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ പ്രഭാഷണങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നിങ്ങളെപ്പോഴും പറയാറുണ്ടല്ലോ ഖുർആൻ തൊടാത്ത ഒരു വിഷയവുമില്ല, എല്ലാം ഖുർആനിലുണ്ട്, എല്ലാം ഖുർആൻ കൊണ്ട് തെളിയിക്കുമെന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ. ഉണ്ട്. അദ്ദേഹം പറഞ്ഞു ഖുർആനിലില്ലാത്ത ഒരു വിഷയവുമില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പം അദ്ദേഹം പെട്ടെന്ന് എന്നെ കൊടുക്കാൻ വേണ്ടി, ഇതൊരു തമാശയും കൂടെയാണ് കേട്ടോ, അദ്ദേഹം പറഞ്ഞു, എന്നോട് അദ്ദേഹം ചോദിച്ചു ഈ കിതാബിൽ ഒന്നും ഉപേക്ഷ വരുത്തിയിട്ടില്ല എന്ന ആയത്തോതിയിട്ട് പിന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്ത് വിഷയവും നിങ്ങൾ ഖുർആൻ കൊണ്ട് പറയൂന്ന് പറഞ്ഞു. അതിലേക്കൊരു സിഗ്നൽ ഖുർആൻ എല്ലായിടത്തും തന്നിട്ടുണ്ടാവും. അതിൻ്റെ പരിഹാരം ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ടാവും. നേരിട്ടല്ലെങ്കിലും ഡയറക്റ്റ് ആ വിഷയമല്ലെങ്കിലും അതിന് പരിഹാരം ഖുർആനിലുണ്ടാകുമെന്ന് പറഞ്ഞു. എന്തിനും പരിഹാരം ഖുർആനിലുണ്ടോ? ഉണ്ട്. അപ്പം അദ്ദേഹം തൊട്ടടുത്തിരിക്കുന്ന അലമാരിയിലേക്ക് ചൂണ്ടിയിട്ട്, റെസ്റ്റോറൻറ്റിലുള്ള അലമാരിയിലേക്ക് ചൂണ്ടിയിട്ട് ചോദിച്ചത്രേ, ആ അലമാരിയിൽ എത്ര അപ്പം ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ എന്ന്. ഖുർആൻ കൊണ്ട് പറയണം എന്നാണ്. ആ അലമാരിക്കകത്ത് എത്ര അപ്പം വെച്ചിട്ടുണ്ട്? അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ആ അപ്പം ചുട്ട് കൊണ്ടുപോയി വെക്കുന്ന ആളെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, അതിൽ എത്ര അപ്പം ഉണ്ടെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു ഇത്ര അപ്പം ഉണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇത്ര അപ്പാണ് അതിലുള്ളത്, അത് നിങ്ങൾ വേണോ അയാളോട് ചോദിച്ചു പറയാൻ? ഞാൻ ഖുർആൻ അടിസ്ഥാനത്തിൽ ഖുർആനിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരം പറയണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുഹമ്മദ് മുത്തവല്ലി ഷഹറാവി പറഞ്ഞത്രേ, അത് ഖുർആൻ പഠിപ്പിച്ചതാണ് എന്നെ. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചാൽ മതി. അപ്പോൾ അതറിയുന്ന ആൾ മൂപ്പരാണ്. അപ്പോൾ മൂപ്പരോട് ചോദിച്ചു, അത് എന്നെ ഖുർആൻ പഠിപ്പിച്ചതാണോ? ഇതാണ് മുഹമ്മദ് മുത്തവല്ലി ഷഹറാവിയുടെ രൂപം. തമാശയാണെങ്കിലും അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് കേട്ടോ. ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക് ആ വിഷയത്തിൽ തന്നെ. ഇനി സമയം നീട്ടുന്നില്ല, കാരണം സമയം അതിക്രമിച്ചിട്ടുണ്ട് അല്ലേ. കാരണം ഫൈസൽ ഹസനി അവിടെ നിന്ന് എണീക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, തിരിഞ്ഞു നോക്കണില്ലെങ്കിലും. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുറേ ആയത്തുകൾ ഇവിടെ ഉദാഹരണങ്ങളായി ഇനിയും കുറേ പറയാനുണ്ടായിരുന്നു. ഞാൻ അതിലേക്കൊന്നും കടന്നു വരുന്നില്ല. ഒരു 4 ആയത്തുകൾ മാത്രമാണ് എടുത്തു കാണിച്ചത്. സൂറത്തുൽ കഹ്ഫിലൊക്കെ നമ്മൾ ഫമസ്താഉ അൻ യദ്ഹറൂഹു വമസ്തതാഉ ലഹു നഖബ
എന്നൊക്കെ പറഞ്ഞ ആയത്തിൽ ഒന്ന് ഫമസ്താഴു അയ്യൽഹറുഹുന, രണ്ടും ഫമസ്താഴു എന്നാണ് അർത്ഥം. പക്ഷെ ആദ്യത്തെ ഫമസ്താഴു അയ്യൽഹറുഹു, ചിലരൊക്കെ അങ്ങനെ തന്നെ ഓതലിട്ടോ, ഫമസ്താഴു എന്ന രണ്ടും ഓതൽ, അങ്ങനെ ഓതുന്നവരും ഉണ്ട്. അപ്പോൾ ഫമസ്താഴു അയ്യൽഹറുഹു അമസ്താഴു ലഹു നഖബ, ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു കെട്ടിക്കൊടുത്ത ആ മതിലിനെ യജൂജ് മൗജൂജിന് ചാടിക്കടക്കാനും കഴിയൂല, തുരന്ന് പൊളിക്കാനും കഴിയൂല. രണ്ടും ഫമസ്തത്താഴു എന്നല്ലേ പറയേണ്ടത്. ഒന്നെന്തേ ഫമസ്താഴു, ഒന്ന് ഫമസ്തത്താഴു. അത് ചാടിക്കടക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് ഫമസ്താഴു എന്ന് പറഞ്ഞത്. തുരന്ന് പൊളിക്കുക എന്ന് പറഞ്ഞിടത്താണ് ഇസ്തത്താഴു എന്ന് പറഞ്ഞത്. ഒരു ചുമര് ചാടിക്കടക്കൽ ആപേക്ഷികമായി അത് തുരന്ന് മറികടക്കുന്നതിനേക്കാൾ പൊളിക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അവിടെ ഇസ്തത്താഴു എന്ന് പറയാതെ ഫമസ്താഴു എന്ന് പറഞ്ഞത്. ഫമസ്താഴു അൻയൽഹറൂഹു വമസ്തത്താഉ ലഹു നഖബ, കുറച്ചും കൂടെ ആപേക്ഷികമായിട്ട് പ്രയാസം ഉണ്ടാകും തുരന്ന് പൊളിക്കണമെങ്കിൽ. ചാടും പോലെയല്ല, മതിൽ ചാടും പോലെയല്ല മതിൽ പൊളിക്കൽ. അതുകൊണ്ടാണ് അവിടെ ഈ രണ്ട് താവും കൂടെ ഉപയോഗിക്കാതിരുന്നത്. ഒരു ഉദാഹരണം മാത്രം. ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ എടുത്തു വച്ചിരുന്നു. പറയാൻ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.